നാണം കെടുത്തിയോ? ഞാൻ യാമിനെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കുകയല്ലേ ചെയ്തത്. അപ്പുവിനെ വിവാഹം ചെയ്തയാള് മദ്യപാനിയും മദ്യപിച്ച് അലമ്പുണ്ടാക്കുന്ന ഒരു മോശം ആളാണെന്നും ഒക്കെ നാട്ടുകാരറിയുന്നതല്ലേ നമുക്ക് നാണക്കേട്. നിനക്ക് ഫ്ലൈറ്റിന് സമയമായില്ലേ മഹിമ? എന്നെ പറഞ്ഞയക്കാൻ ഇത്ര ധൃതിയായോ? പക്ഷേ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഫ്ലൈറ്റ് മിസ്സാവുകയാണെങ്കിൽ അങ്ങ് മിസ്സാവട്ടേന്നേ. യാമിനിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. സുധാമണിയല്ലേ പ്രശ്നം? അതെ, സുധാമണി തന്നെ എന്റെ പ്രശ്നം. ഓക്കെ, എന്തുകൊണ്ടാ യാമിനിക്ക് സുധാമണി പ്രശ്നമാവുന്നത്? അതിന് പ്രത്യേകം പറയണോ? നമുക്കൊപ്പം നിൽക്കാനുള്ള എന്തെങ്കിലും നിലവാരമുണ്ടോ അവളുടെ കുടുംബത്തിന്? ആ കോളനിക്കാരിക്ക് അവരൊരിക്കലും നമുക്ക് തുല്യമാവില്ല. ശരിയാ, അത് യാമിനി പറഞ്ഞത് 100% കറക്റ്റാ. സുധാമണിയോ ആ കോളനിയിലെ ആൾക്കാരോ ഒന്നും നമുക്ക് തുല്യമാവില്ല. നമ്മളെക്കാളൊക്കെ എത്രയോ ഉയരത്തിലാണ് അവര്. അവരുടെ ഉയരത്തിൽ നമുക്ക് എത്താൻ പറ്റുമോ എന്നാണ് എന്റെ സംശയം. മഹിമയുടെ തത്വശാസ്ത്രമൊന്നും എനിക്ക് കേൾക്കണ്ട. അതൊക്കെ മഹേഷിനോട് പറഞ്ഞാ മതി. അറിയാൻ പാടില്ലാത്തവർക്കല്ലേ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. മഹേഷേട്ടന് തത്വശാസ്ത്രം നന്നായിട്ടറിയാം. ഞാൻ ചോദിക്കട്ടെ, നമുക്കില്ലാത്ത എന്ത് കാര്യമാ സുധാമണിക്കും വീട്ടുകാർക്കും കൂടുതലായിട്ടുള്ളത്? സ്നേഹം, ബന്ധുക്കളുടെ ശക്തി, സഹകരണം, ഇതൊക്കെ നമ്മളെക്കാൾ എത്രയോ കൂടുതലാണ് യാമിനി അവർക്ക്. ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടാ ഇപ്പൊ വരുന്നത്. ഇവിടെ ഫംഗ്ഷന് ക്ഷണിച്ചിട്ടല്ലേ ബന്ധുക്കളൊക്കെ വന്നത്. അവിടെ പക്ഷേ ആ കോളനിക്കാര് ആഘോഷം സംഘടിപ്പിച്ചത്. കൂട്ടത്തിലെ ഒരാൾക്ക് ഉയർച്ച വന്നത് അവർ പൊതു സന്തോഷമായി കൊണ്ടാടുകയായിരുന്നു. യാമിനി, ഒരു പെൺകുട്ടിയുടെ വിവാഹ സമയത്ത് തിരിച്ചറിവുള്ള വീട്ടുകാർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? അവളെ കല്യാണം കഴിക്കുന്ന പയ്യന്റെ സ്വഭാവം, ആ വീട്ടിൽ തങ്ങളുടെ പെൺകുട്ടി എത്രമാത്രം സുരക്ഷിതയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ സുധാമണിയുടെ വീടിന് 100-ൽ 100 മാർക്കാണ് ഞാൻ കൊടുക്കുന്നത്. എന്തായാലും ഇപ്പൊ ഞാൻ ഇറങ്ങുകയാണ്. അടുത്ത മാസം വീണ്ടും വരും. യാമിനി, ഞാൻ പറഞ്ഞത് സമാധാനമായിട്ട് ആലോചിക്കാം. സുധാമണിയുടെ വഴിക്കങ്ങ് വിട്ടേക്ക്. ബാലുവും അപർണയും സന്തോഷത്തോടെ ജീവിക്കട്ടെ. മഹേഷേട്ടാ, ഞാൻ ഇറങ്ങുക. ബൈ. ആരാവള്? വലിയ ന്യായക്കാരി, ഒരു മഹിമ. കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന പ്ലാൻ മുഴുവൻ അവൾ ഒറ്റ ആള് പൊളിച്ചു. അവളെന്നെ തട്ടിക്കളഞ്ഞാലെന്ന് ആലോചിക്കുക. തട്ടങ്ങളെ ചെന്ന് തട്ട്. കത്തി ചെന്ന് തട്ട്. എന്തേ കാര്യത്തോടടുത്തപ്പോ മുട്ടടിക്കുന്നോ? ചുമ്മാ വാചം അടിക്കാനല്ലാതെ അങ്കിളിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അങ്കിള് ചൂടാവാൻ വേണ്ടി പറഞ്ഞതല്ല, അങ്കിളിനെ കുറിച്ചുള്ളൊരു സത്യം ഞാൻ അറിയിച്ചതാ. അങ്കിളെ, ഇത്രയും പ്ലാൻ ചെയ്ത് സെറ്റാക്കിയ ഒരു പദ്ധതി പൊളിഞ്ഞു പോയതേ അങ്കിളിന്റെ ഒരാളുടെ പിടിപ്പുകേട് കൊണ്ടാ. ശരിയാ കിരൺ, അതെ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ. പക്ഷെ ഞാൻ ജ്യൂസിൽ മദ്യം ചേർക്കുന്നത് അവള് കാണുമെന്ന് കരുതിയില്ല. അതാ ഞാൻ പറയുന്നത്, അങ്കിള് വെറും പാൽപ്പൊടിയാണെന്ന്. ശിശു ഒന്നും അറിഞ്ഞൂടാ.
അങ്കിളെ, നമ്മളൊരു കുഴപ്പം പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോ തന്നെ ലോകം മുഴുവൻ നമ്മളെ ശ്രദ്ധിക്കുകയാണെന്നുള്ള ബോധം വേണം. നമ്മൾ കുറെ ക്യാമറകൾക്ക് നടുവിലാണെന്നും ഏതെങ്കിലും ഒരു ക്യാമറയില് നമ്മൾ പതിഞ്ഞേക്കുമെന്നും ഉറപ്പായി ഒരു തിരിച്ചറിവ് വേണം. ശരിയാ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. അങ്കിളെ, ഞാൻ കളിക്കുന്നതാണ് സേഫ് കളി. അന്ന് പറഞ്ഞില്ലേ, ലോകത്തെ സകല മനുഷ്യജീവികളുടെയും ഇടയിൽ വർക്കൗട്ട് ആവുന്ന സാധനം. അത് ഇട്ടുകൊണ്ടേ ഇരിക്കുക. എന്റെ കാര്യത്തിൽ അത് വൻ വിജയത്തിലേക്ക് അടുക്കുക. അങ്കിള് നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോ അപർണയെ സംബന്ധിച്ചേ വില്ല ഞാനായിരിക്കില്ല, ബാലു ആയിരിക്കും. അതാ ഈ സംശയ മരുന്നിന്റെ ഫലം. അടി അവര് തമ്മിലായിരിക്കും. ആടുകൾ പരസ്പരം ഇടിച്ചു വീഴുമ്പോ ചോര കുടിക്കുന്ന ജോലിയെ നമുക്കുള്ളൂ. ഞാനൊരു അല്പം ചോര കുടിച്ചോട്ടെ. ഹലോ ഹലോ ബാലു, അപർണ ഒന്ന് കിട്ടുമോ? എല്ലാരും കൂടി എനിക്ക് ജ്യൂസിൽ മദ്യം കലക്കി തന്നിട്ട് ഇപ്പൊ എന്തായെന്നറിയാൻ വേണ്ടി വിളിക്കുമായിരിക്കും അല്ലേ? ഞാനും അപ്പവും തമ്മില് പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതിയോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. 1000 കിരൺമാർ ഒരുമിച്ച് വിചാരിച്ചാലും ഞങ്ങളുടെ ബന്ധത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഗംഭീരമായൊരു ഫംഗ്ഷൻ നടന്നു. മഹിമ എന്ന് പറഞ്ഞ ആ നല്ല സ്ത്രീ ഇവിടെ വന്നു. ഞങ്ങളോടൊപ്പം സന്തോഷമായി ചെലവഴിച്ചു. ആ വലിയ വീട്ടിൽ കിട്ടാത്ത സന്തോഷം ഇവിടെ കിട്ടി. എന്റെ ബാലു, ആര് എത്രാന്ന് ചോദിക്കുമ്പോ ഭയർ അഞ്ഞാഴിന്ന് പറയുമല്ലോ. ആ ഉദാഹരണമാ ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ മദ്യത്തിന്റെ കാര്യോ ജ്യൂസിന്റെ കാര്യോ മഹിമ ചേച്ചിയുടെ കാര്യോ ഒന്നുമേ അന്വേഷിച്ചില്ല. ഓഫീസ് കാര്യം പറയാൻ അപർണയെ ഒന്ന് അന്വേഷിച്ചു, അത്രേ ഉള്ളൂ. അപർണയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാ മതി. ഇന്ന് ഇവിടെ ഫംഗ്ഷൻ കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലാ അപ്പു. ഇന്ന് വിളിക്കാൻ പറ്റൂന്ന് തോന്നുന്നില്ല. അപർണ എന്നെ വിളിക്കും. ഇല്ല, വിളിക്കില്ല. ഒരു കാര്യം ചെയ്യ, അപർണ വരുമ്പോ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാ മതി. എന്നിട്ട് നോക്ക് അപർണ എന്നെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. എത്ര ക്ഷീണമാണെങ്കിലും അപർണ എന്നെ വിളിച്ചിരിക്കും. എന്നാ നമുക്ക് നോക്കാം. നോക്കാം ബാലു. കണ്ടോ മക്കളെ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഏറ്റവും നല്ല ആയുധം. ജ്യൂസില് മദ്യവും കരുതണ്ട, പുറത്ത് കൊട്ടേഷനും കൊടുക്കണ്ട, വണ്ടിയിടിച്ച് കൊല്ലാനും നോക്കണ്ട. സംശയം അങ്ങ് ഇട്ട് കൊടുത്തോണ്ടിരുന്നാ മതി. അവര് തമ്മിൽ തല്ലി തീർത്തോളും. അപർണ ഇങ്ങോട്ട് വിളിക്കൂ. അങ്കിള് നോക്കിക്കോ, വിളിക്കോ ഇല്ലയോന്ന്. അയ്യോ, ഒന്ന് മാറിയേക്ക് ബാലു. ഞാൻ കട്ടിലോട്ടങ്ങ് വീഴാൻ പോവാ. എന്നിട്ട് നാളെ ഉച്ചവരെ ഒരൊറ്റ ഉറക്കം ഉറങ്ങാൻ പോവാ. ഇനി ഭൂമി കുലുങ്ങിയാലും ശരി, ഞാൻ അനങ്ങാൻ പോകുന്നില്ല. അവൻ വിളിച്ചായിരുന്നു. ആര്? ആ കിരൺ. അല്ലാതാരാ? ഞാൻ പറഞ്ഞു നീ നല്ല ക്ഷീണത്തിലാ, ഇന്ന് വിളിക്കാൻ പറ്റില്ല എന്ന്. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായിരിക്കും. അത്യാവശ്യമൊന്നും ആയിരിക്കില്ല അപ്പു. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. തിരിച്ചു വിളിക്കണം ബാലു. 1-2 എമർജൻസി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കണ്ടോ? ഹലോ അപർണ. സാർ എന്നെ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു. ബാലുവിനോട് ഞാനൊരു ഓഫീസ് കാര്യം പറയാനാണെന്നാ പറഞ്ഞത്. പക്ഷേ ഞാനിപ്പോ തന്നെ വിളിച്ചത് ഒരു സോറി പറയാനാ. എന്താ അപർണ, ഇന്നവിടെ വീട്ടിൽ നടന്ന സംഭവങ്ങള് അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്.
ഓഫീസ് കാര്യം എന്തോ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഏയ് ഫോൺ വെക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സത്യത്തില് അയാളുണ്ടല്ലോ, ആ അപർണയുടെ അങ്കിള്, സന്ദീപ് അങ്കിള്, അയാളാ സന്തോഷമുള്ള ഈ ദിവസം തൊലച്ചത്. അതിനെ ഇപ്പൊ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇവിടെ കുറെ നല്ല മനുഷ്യർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വിരുന്ന് ആസ്വദിക്കാൻ പറ്റി. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ അവിടെ വന്നേനെ. ഏതായാലും ഞാനിപ്പോ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരിക്കൽ കൂടി സോറി പറയുന്നു. ഓക്കെ സാർ. ഓക്കെ. ഇത്രയും മതി. നമുക്കൊരു ലക്ഷ്യമുണ്ടെന്നുള്ളതിന്റെ ഒരു ചെറിയ സംശയം പോലും അവിടെ കൊടുക്കാൻ പാടില്ല. അവിടെ ഇപ്പോ അപർണ ബാലു സംവാദം നടക്കായിരിക്കും. അവിടെ ഇത്രയും ഒപ്പിച്ചു വെച്ചത് അവനാ. എനിക്കത് കൃത്യമായിട്ട് അറിയാപ്പൂ. എന്നിട്ട് സന്ദീപിനെ തെറി വിളിക്കുന്നു. രണ്ടും കൂടിയുള്ള ഒത്തുകളിയാ. നിന്റെ അങ്കിളെ ഇപ്പൊ അവന്റെ അടുത്ത് തന്നെ കാണും. കള്ളന്മാര്. ബാലു, അവിടുത്തെ ഫംഗ്ഷൻ സ്പോയിൽ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലേ? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് കിരണിനോട് ഞാൻ ഷാർപ്പായിട്ട് പറയുകയും ചെയ്തു. അവിടെ വീട്ടിലുള്ളവർക്കെ ബാലു നിരപരാധിയാണെന്ന് മനസ്സിലായി. വന്നേ, വാ കിടക്കാം. ഓരോന്നും പറഞ്ഞ് ഇന്നത്തെ ദിവസത്തിന്റെ രസം കളയല്ലേ. ദേ, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ജ്യൂസില് മദ്യം ഒഴിച്ച് എന്നെ കുടിപ്പിച്ചേക്കുന്നു. ഇപ്പൊ തന്നെ ചെന്ന് അവന്റെ പല്ലടിച്ച് താഴെ ഇടാൻ എനിക്ക് തോന്നുന്നത്. ബാലു, ആ വിഷയം നമ്മൾ തീർത്തതല്ലേ? തീർന്നു എന്ന് പറഞ്ഞാ അങ്ങനെ തീരുന്ന പ്രശ്നമൊന്നും അല്ല ഇത്. കിരൺ അവനൊരു കുറുക്കനാ. അവന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടപ്പൂ. ബാലു പ്ലീസ്, എനിക്കറിയാം ഒരു കാര്യം അഫക്റ്റ് ചെയ്തവർക്കെ അതിന്റെ തീവ്രത മനസ്സിലാവും. ബാലുവിന്റെ മനസ്സ് ആകെ പുകഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ബാലു, തൽക്കാലം നമുക്കെല്ലാം മറക്കാം. എല്ലാം കഴിഞ്ഞിട്ട് അവൻ കൊച്ചു വർത്താനം പറയാനായിട്ട് വിളിച്ചിരിക്കുക. ബാലു പ്ലീസ് ഒന്ന് നിർത്ത്. കിരണിനോട് ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഇല്ല, നീ വേണ്ട രീതിയിൽ ഒന്നും പറയുന്നില്ല. അവിടെ ഇവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞ് വെറുതെ ഓരോരോ ചടങ്ങുകൾ കാണിക്കാൻ നീ. എങ്കി ചടങ്ങ് കാണിച്ചാന്ന് തന്നെ വിചാരിച്ചോ? ഓഹോ, അങ്ങനെയായോ? നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമാണല്ലേ? അതെ, അങ്ങനെ തന്നെ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ ഇനി അങ്ങനെ തന്നെ. എന്നാ പിന്നെ ഞാൻ എനിക്ക് തോന്നുന്ന രീതിയിൽ പ്രതികരിച്ചോളാം. എനിക്കറിയാം ഇനി എന്ത് ചെയ്യണോന്ന്. ആയിക്കോട്ടെ, ബാലു എന്താന്ന് വെച്ചാ ചെയ്യ്. ബാലു, മോനെ കഥക് തുറക്ക്. അപ്പോ മോനെ കഥക് തുറക്ക് മോനെ. ബാലു, എന്താ അമ്മേ? എന്താ വിളിച്ചേ? എന്താ അമ്മേ? അല്ല, ഏട്ടനും അപർണേച്ചി? അതെ, ഞങ്ങള് ഏട്ടനും അപർണേച്ചിയും ആണല്ലോ. അല്ല, ഉറക്ക ശബ്ദം കേട്ടേ. ഉറക്ക ശബ്ദം കേട്ടോ? എപ്പോ? എവിടുന്ന്? ചിലപ്പോ നമുക്ക് തോന്നിയതായിരിക്കും. ആ, ഞാൻ ബാലുവിനോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഉറക്കെ സംസാരിക്കരുത് സംസാരിക്കരുതെന്ന്. കേൾക്കുന്നവർക്കേ അത് വഴക്കാണെന്നേ തോന്നൂ. കൊള്ളാം. അപ്പോ തന്റെ ശബ്ദോ? അതിനും നല്ല ഓളിയല്ലേ? ഞങ്ങള് കരുതി വഴക്കെന്തോ. എങ്ങനെ എങ്ങനെ വഴക്കോ? ഞാനും ബാലും തമ്മിലോ? ഇതാണോ വഴക്ക്? പറയ്, ഇതാണോ വഴക്ക്? അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഉം. ഏയ്. വിട്. ഇല്ല, ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാലേ ഞാൻ ഈ പിടുത്തം വിടൂ. എന്നാ ഉത്തരം പറയുന്നില്ല. കൈ അവിടെ തന്നെ ഇരിക്കുമല്ലോ. ദേ, ഈ കുഞ്ഞു തർക്കങ്ങളെ കൊറേ പ്രാവശ്യമായി. ഇപ്പൊ വീട്ടുകാരും കേട്ടു. ആ പോട്ടെ, ഒരിക്കൽ കൂടി ഞാൻ അളിയനോട് ക്ഷമിച്ചിരിക്കുന്നു. സോറി. ദേ, കുറുമ്പ് കാണിക്കല്ലേ. ബാലു, എന്താ അമ്മേ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എവിടേക്കാ അമ്മേ? സിറ്റി ഹോസ്പിറ്റലിലേക്ക്. എന്തു പറ്റി? അമ്മയ്ക്ക് സുഖമല്ലേ? അല്ല, അവിടെ ക്യാൻറ്റീനിൽ കാറ്ററിംഗിന്റെ കാര്യം വിളിച്ച് ചോദിച്ചിരുന്നു. അതിന്റെ കാര്യം ഒന്ന് സംസാരിക്കാനാ. ഞാൻ കൂടെ വരണോ അമ്മേ? വേണ്ട, ഞാൻ പോയിട്ട് വേഗം വരാം. അപ്പു, എനിക്കെന്തോ അമ്മയുടെ ഈ പോക്കിൽ എന്തോ ഒരു പന്തിയേട് തോന്നുക. എനിക്കും. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഉറപ്പാ. എത്ര ചോദിച്ചിട്ടും അത് തുറന്ന് പറയുന്നില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഒന്ന് പുറകെ പോയി നോക്കാന്ന്. താൻ എന്തു പറയുന്നു? ഇവിടെ ആരെ കാണാനാണോ? അമ്മ ഈ ആശുപത്രിയിൽ വരുന്നതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടപ്പോ. ആരും കാണാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടാ നടക്കുന്നത്. ബാലുവാ, നമുക്ക് അമ്മ എവിടെ ഉണ്ടെന്ന് നോക്കാം. വാ. ഈ വഴിയാണോ പോയത്, ആ വഴിയാണോ? നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം. വാ.